കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്തോ അതോ വി.എസ്. ജോയിയോ എന്ന വിഷമവൃത്തത്തിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എ.ഐ.സി.സി നടത്തിയ സർവേ ഷൗക്കത്തിന് അനുകൂലമാണ്. എന്നാൽ പാർട്ടി വിലയിരുത്തലിൽ ജയസാധ്യത ജോയിക്കും. ആരെ തള്ളും ആരെ കൊള്ളുമെന്ന ആശയക്കുഴപ്പത്തിലാണ് നേതാക്കൾ. തിരഞ്ഞെടുപ്പിലെ യു.ഡി.എഫിന്റെ ജയസാധ്യതയാണ് സർവേ പ്രധാനമായും പരിശോധിച്ചത്. ഷൗക്കത്തിനാണോ ജോയിക്കാണോ സാധ്യത കൂടുതലെന്നും വിലയിരുത്തി. സർവേയിലെ കണ്ടെത്തൽ നേതൃത്വത്തിന്റെ വിലയിരുത്തലിനോട് യോജിച്ചു പോകുന്നില്ലെന്നതാണ് പാർട്ടിയെ കുഴപ്പിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാർട്ടി അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ലെന്ന് മണ്ഡലത്തിന്റെ ചുമതലയുള്ള നേതാവ് എ.പി. അനിൽ ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു. എ.ഐ.സി.സി സർവേ നടത്തിയിട്ടുണ്ടാകാം. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം പല ഘടകങ്ങളെ പരിഗണിച്ചായിരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇടത് സ്വതന്ത്രനായി ജയിച്ച പി.വി. അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇടതുപക്ഷവുമായി ഇടഞ്ഞ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻവർ തിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ കോൺഗ്രസ് കോട്ടകാത്ത ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് എന്നതാണ് ഷൗക്കത്തിന്റെ ഏറ്റവും വലിയ അനുകൂല ഘടകം. ലീഗുമായി പോലും നേർക്കുനേർ നിന്നാണ് ആര്യാടൻ ശക്തമായ നേതാവായത്. മണ്ഡലത്തിൽ ലീഗ് ശക്തമായ സാന്നിധ്യമാണെങ്കിലും ലീഗിതര വോട്ടുകളും നിർണായകമാണ്. ഡി.സി.സി പ്രസിഡന്റ് എന്ന നിലയിലുള്ള പ്രവർത്തന മികവാണ് ജോയിയുടെ പ്ലസ് പോയിന്റ്. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ ഡി.സി.സി പ്രസിഡന്റാണ് ജോയി. ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റിയാണ് മലപ്പുറത്തേതെന്നും ജോയി പറയുന്നു. അൻവറിനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഷൗക്കത്തിനോടുള്ള അതൃപ്തി അൻവർ പരസ്യമായി നേരത്തെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കില്ലെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ജയം തടയേണ്ടത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അതുകൊണ്ട് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാൽ പോലും അൻവറിനെ പിന്തുണയ്ക്കേണ്ടി വരുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് സി.പി.എമ്മിനെ സംബന്ധിച്ച് വലിയൊരു കടമ്പ തന്നെയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ സി.പി.എമ്മിന് വിജയിക്കാനായാൽ മൂന്നാം പിണറായി ഭരണത്തിലേക്കുള്ള ഒരു സൂചനയായിരിക്കും അത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നതാണ് പ്രധാനം. അതിനാൽ തന്നെ കോൺഗ്രസിനും ഈ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. 2026 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭരണം ലഭിക്കുന്നതിനേക്കുള്ള ഒരു സൂചന കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്നത്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.